പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് സാധിക്കും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന അവസാനം വരെ പങ്കുകൊള്ളുക. കരുണയും വാത്സല്യമുള്ള പരിശുദ്ധ അമ്മേ, ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത് പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെയാണ്. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സഹായവും മധ്യസ്ഥ്യവും തേടി എൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും അഴിക്കുവാനും എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ അടയാളങ്ങളും സഹായവും നൽകുന്നതിനും വേണ്ടി ഞാൻ അമ്മയോട് അടുത്തു വരുന്നു. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എനിക്ക് ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും എന്നെ തളർത്തുന്ന, പലപ്പോഴും എനിക്ക് ശക്തിയില്ലെന്ന് തോന്നുന്ന, എന്നാൽ അമ്മയുടെ സാന്നിധ്യത്തിന് സഹായത്തിന് എൻ്റെ ഹൃദയത്തിൽ സമാധാനവും ആശ്വാസവും ശക്തിയും ധൈര്യവും നൽകുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്നേ ദിവസം ഈ നിമിഷം ഞാൻ അമ്മയിലേക്ക് തിരിയുന്നത്. അമ്മയുടെ സഹായത്തിനായി അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നത്. കരുണയുള്ള മാതാവേ, എൻ്റെ സാഹചര്യങ്ങളെ അനുകമ്പയോടെ നോക്കണമെന്നും ഞാൻ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ലോകത്തിൽ എന്നെ സഹായിക്കുവാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന ഒറ്റ വിശ്വാസത്തിലാണ് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പോകേണ്ട ഇടങ്ങളിലേക്കും എന്നെ നയിക്കുന്ന പാതകളിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ പോകുന്ന വഴികളിൽ ഞാൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് തരണമേ. എൻ്റെ പാതയിൽ സഹായമായി സംരക്ഷകരായി അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ നന്മയും കരുണയും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ അമ്മയുടെ സ്നേഹവും ശക്തിയും എൻ്റെ ധൈര്യമായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനും എനിക്ക് വളരെയധികം ആവശ്യമുള്ള സമാധാനം നൽകുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പ്രിയ മാതാവേ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനോട് അമ്മ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന നന്മയിലും സമാധാനത്തിലും കൃപയിലും ഞങ്ങളുടെ ഭവനങ്ങൾ മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് ഇടയാകട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ ശക്തികളുടെയും എനിക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു. ഞാൻ അമ്മയിലും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലും വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്തോടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്തിനായി അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നിലും
ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് ബന്ധനങ്ങൾ മടുത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ തളർത്തുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുമ്പോൾ ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മയിലുള്ള ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകുന്നതായിരിക്കും. അങ്ങനെ സ്നേഹം നിർഭരമായ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങൾ എന്നും നിലനിൽക്കട്ടെ. അസുഖം, ദുഃഖം, ദാരിദ്ര്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന ഞങ്ങളുടെ അവസ്ഥയിൽ അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും അനുഗ്രഹവും ഞങ്ങളുടെ ഭവനത്തിന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങളുടെ ഭാരങ്ങളിൽ നിന്നും മോചനം നൽകുകയും ഞങ്ങൾക്ക് രോഗശാന്തിയും ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തികവും എല്ലാ മേഖലയിലും അഭിവൃദ്ധിയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ഐശ്വര്യവും വാങ്ങിത്തരണമേ. ഓ സ്നേഹിതനായ അമ്മേ, ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ആശങ്കകളും ആവശ്യങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യമുള്ള അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ വഴി ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. കാനായിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ മാധ്യസ്ഥയിൽ വലിയ അത്ഭുതം നടന്നതുപോലെ എൻ്റെ ഭവനത്തിലും എൻ്റെ ഭവനത്തിൻ്റെ വേദനയുടെ നിമിഷത്തിൽ അമ്മയുടെ മാധ്യസ്ഥയാൽ വലിയ ഒരു അത്ഭുതം നടക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ വഴിയിൽ നിൽക്കുന്ന എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും വേദനകളും നീക്കിക്കളയുവാൻ അഴിക്കുവാൻ അമ്മയ്ക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്തോടെ എനിക്ക് എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് മുന്നോട്ട് ഐശ്വര്യത്തിലും സമൃദ്ധിയിലും ശക്തിയിലും ധൈര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ ആവശ്യമുള്ള ഓരോ അത്ഭുതം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അമ്മയുടെ മാധ്യസ്ഥ അമ്മയെ വിളിച്ചപേക്ഷിക്കാത്ത ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് എനിക്കറിയാം. ഒപ്പം അമ്മയ്ക്കും അറിയാം. ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ കെട്ടുകളാൽ ബന്ധനത്തിൽ അകപ്പെടുമ്പോൾ അമ്മയുടെ നീലാങ്കയിൽ ശക്തിയാൽ ഞങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നിലും എൻ്റെ ഭവനത്തിലും എൻ്റെ സഹായം തേടുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിച്ചു മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭക്തിയിലും എപ്പോഴും അമ്മയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഓ ദൈവപുത്രനായ ഈശോയുടെ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ ഉണ്ടായിരുന്ന എൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി കെട്ടുകൾ അഴിച്ച് എല്ലാ സമയങ്ങളിലും ഓർത്ത് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് എനിക്ക് നൽകിയ എല്ലാ കൃപകൾക്കും സങ്കടത്തിൻ്റെയും
കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ച എല്ലാ സമയങ്ങളിലും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വിശ്വാസത്തിലും അമ്മയോടുള്ള ഭക്തിയിലും ഞാൻ വളരുന്നതിന് എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മേ കൂടുതൽ വിശ്വസിക്കുവാനും അമ്മയുടെ ശക്തിയിൽ വിശ്വസിക്കുവാനും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം തിരിച്ചറിയുവാനും എന്നെ പഠിപ്പിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഉത്കണ്ഠയും ആവശ്യവും ഉണ്ടാകുന്ന മേഖലകൾ എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കുരുക്കുകളും അഴിച്ച് സമാധാനത്തിൻ്റെയും നീതിയുടെയും സമൃദ്ധിയുടെയും പാതയിലൂടെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും നയിക്കണമേ എന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ആവശ്യമുള്ള കൃപ നൽകട്ടെ. ഞാൻ എപ്പോഴും ദൈവത്തിന് അനുസൃതമായി ജീവിക്കാനുള്ള കൃപ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ. ഒരിക്കലും ഈശോയിൽ നിന്നും അമ്മയിൽ നിന്നും വിട്ടുപോകുവാൻ അനുവദിക്കരുതേ. ഓ പ്രിയപ്പെട്ട അമ്മേ, ഈ നിമിഷത്തിൽ സഹായം ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, ഈ ലോകജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അമ്മയെ അകറ്റി നിർത്തുവാൻ ഇടവരുത്തരുതേ. അമ്മേ, മാതാവേ, ഒരിക്കലും അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം സ്വർഗത്തിൽ അമ്മയുടെ മുഖത്ത് ധ്യാനിക്കുവാൻ കഴിയുന്നതുവരെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ അമ്മേ, കഷ്ടപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും അമ്മയാണെന്ന് എനിക്കറിയാം. അതിനാൽ ഇന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സ്നേഹപൂർവമായി കൈ നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുപാടുകളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലായ്മ, കുടുംബ വൈകാരിക പ്രശ്നങ്ങൾ, എല്ലാ മേഖലയെയും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിഷമകരമായ ഈ അവസ്ഥകളിൽ അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വേദനകളും നീക്കി ഞങ്ങളെ എല്ലാവരെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കൃപയാൽ നിറയ്ക്കണമേ. ലോകത്തിലെ എല്ലാവർക്കുമായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലും സ്നേഹത്തിലും ശക്തിപ്പെട്ടെ. അമ്മയുടെ മാധ്യസ്ഥ ലോകം മുഴുവനുമായുള്ള എല്ലാ ഭവനങ്ങളിലും ഐശ്വര്യവും ഐക്യവും സമാധാനവും നിലനിർത്തട്ടെ. ഓ ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ലോകം മുഴുവനും വേദന അനുഭവിക്കുന്ന തൊഴിലില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ പോറ്റുവാനും ജീവിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ. മാന്യവും നീതിയുക്തവുമായ ജോലി കണ്ടെത്തുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റണമേ. മാതാവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിൽ നിന്നും മനസമാധാനത്തിൽ ജീവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്ന എല്ലാ തർക്കങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് സമൃദ്ധമായി ഒന്നുമില്ലെന്നും ഞങ്ങളുടെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങൾക്കായി അമ്മയുടെ മകൻ യേശുവിനോട് അമ്മയ്ക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾക്കറിയാം. അതിനാൽ ഇന്ന് ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ എൻ്റെയും എൻ്റെ ഭവനത്തിലും ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള കൃപ നൽകുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.